സാധാരണയായിട്ട് ചെയ്യുന്ന കേക്കിൽ നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു കേക്ക് ഉണ്ടാക്കിയാലോ. അതായത് ഒരു പാനിൽ തന്നെ ഞാൻ 4 കേക്ക് ഒരുമിച്ച് ചെയ്തെടുക്കുകയാണ്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കേക്ക് ബേക്കിംഗ് ടൂൾസ് ഒന്നും ഇല്ലാതെ ഞാൻ ഒപ്പിച്ചെടുത്ത ഒരു കേക്കാണ് കേട്ടോ. ഐസിങ് ബാഗ്, കേക്കിന് വേണ്ടിയിട്ടുള്ള നോസിൽ, അതുപോലെ തന്നെ സ്റ്റാൻഡ്, കേക്കിന് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡ് എല്ലാം ഒരു ഒട്ടുപണിയിൽ ഉണ്ടാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ എങ്ങനെ പെട്ടെന്ന് ഒരു കേക്ക് തയ്യാറാക്കി എടുക്കാം, അതുപോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാകും. ഞാനിതൊരു കേക്ക് പാൻ എടുത്തിട്ടുള്ളൂ. കേക്ക് പാനിലേക്ക് ഒരു ബട്ടർ പേപ്പർ ഇറക്കി വെച്ചതിന് ശേഷം ഒരു കാർഡ് ബോർഡ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കേക്കിന്റെ ബൈൻഡ് 2ആയിട്ട് മടക്കി ഇതുപോലെ 4 പാർട്ടാക്കി കൊടുക്കുക. ശേഷം അതിനകത്തേക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക. ബട്ടർ പേപ്പറായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധാരണ നമ്മുടെ ബുക്കിലെ പേപ്പർ, അതിലേക്ക് ഓയിൽ തേച്ചതിന് ശേഷം എടുത്താണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് എല്ലാ ഭാഗത്തായിട്ട് ഓയിൽ തേച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ബട്ടറോ ഓയിലോ എന്താണ് യൂസ് ചെയ്യാനുള്ള ഇഷ്ടമുള്ളത് അത് തേച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാനൊരു 3 മുട്ടയുടെ വെള്ളയാണ് എടുത്തിട്ടുള്ളത്. മുട്ടയുടെ മഞ്ഞ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് പതഞ്ഞ് വരണം. ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. ഇത് 3 മുട്ട മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ട് ഒരു 2 മിനിറ്റോളം മിക്സിയുടെ ജാറിലേക്കിട്ട് അടിച്ചെടുത്താൽ മതിയാവും. ശേഷം നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് പൊടിക്കാത്ത പഞ്ചസാരയാണ്. അത് ബീറ്റ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് പതപ്പിച്ചെടുക്കണം. ശേഷം ഞാൻ 3 മുട്ടയുടെ മഞ്ഞയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാൻ മുട്ടയിൽ നിന്ന് എടുത്തപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയത് കൊണ്ടാണ് ലൂസായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ പതഞ്ഞ് വരണം. ഈ ഒരു പത ആണ് നമുക്ക് കേക്കിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 സ്പൂണ് വാനില എസൻസ് ആണ്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് 2 സ്പൂണ് അല്ലെങ്കിൽ ഒരു 3 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓവർ ബീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. ഇതുകൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ആവാനും തരിയൊന്നും ഇല്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിലേക്ക് കുറേശ്ശെയായിട്ട് ഇത് തട്ടിക്കൊടുത്ത് നമുക്കിതൊന്ന് സ്പൂൺ കൊണ്ട് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇത് ബീറ്റ് ചെയ്യാൻ പാടില്ല. ബീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ബബിൾസ് കളയാതെ തന്നെ നമുക്ക് ഇതുപോലെ ഒന്ന് കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഹാൻഡ് വിസ്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്പൂൺ വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മാവ് നല്ലതായിട്ട് തിക്കായിട്ട് വരാണെന്നുണ്ടെങ്കിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാം. ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല. കാരണം നമ്മളിത് ഒരു പാനിൽ തന്നെയാണ് 4 കൂടി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിക്നെസ് തന്നെ ഇതിന് വേണം. ഇനി ഞാനിത് 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈക്വലായിട്ട്. ആദ്യത്തേതിലേക്ക് 1 സ്പൂണ് കൊക്കോ പൗഡർ അല്പം ചൂടുവെള്ളത്തിൽ കലക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. പെട്ടെന്ന് ഇതൊന്ന് മിക്സായി കിട്ടും. ഇനി രണ്ടാമത്തേതിലേക്ക് ഞാൻ മാംഗോ ഫ്ലേവറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 3ാമത്തെ ഫ്ലേവറിലേക്ക് ഞാൻ ചേർത്തിട്ടുള്ളത് റെഡ് ഫുഡ് കളറാണ്. റെഡ് ഫുഡ് കളർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീട്രൂട്ടിൻ്റെ കളർ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒരു റെഡ് കളർ കിട്ടുന്നതായിരിക്കും. ഇനി ഞാൻ ഒരു ഫ്ലേവറും തന്നെ ചേർത്തിട്ടില്ല. വാനില ഫ്ലേവർ മാത്രമേ ഉള്ളൂ ഇതിലേക്ക് ഞാൻ ആദ്യം ഒന്ന് മാംഗോ ഫ്ലേവർ ഒഴിച്ചു കൊടുക്കുകയാണ്. ബാക്കി എല്ലാ ഫ്ലേവറും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ലൂസ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തൂടെ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെ കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് ഞാൻ സാധാരണയായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത് പോലെ തന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് ഞാനൊരു 20 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഓരോരോ പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് എല്ലാം ഒന്ന് ഈക്വൽ ആണോ എന്ന് നോക്കാം. അളവ് ഈക്വൽ ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്കിതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ മാത്രം കുറച്ച് വലിപ്പം വന്നിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി ട്രോപ്പോലൈറ്റിൻ്റെ 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫിയോണയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫിയോണയാണ് ഞാൻ നോക്കിയത്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. അതിന് പകരമായിട്ടാണ് ഞാൻ ട്രോപ്പോലൈറ്റ് വാങ്ങിച്ചത്. ഇതിൻ്റെ 1 കപ്പ് ഞാൻ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് ബീറ്റർ കൊണ്ട് ബീറ്റ് ചെയ്യാം. അതുപോലെ തന്നെ മിക്സിയിലും ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. അതുപോലെ നമുക്കിത് മിക്സിയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഈ വിപ്പിംഗ് ക്രീമിന് 190 രൂപയാണ് വില. എല്ലാ സ്റ്റോറിലും അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഒരു മാർജിൻ ഫ്രീ എന്നാണ് വാങ്ങിയത്. ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ നമുക്കിതൊരു ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഇനി ഞാനൊരു കേക്ക് ബോർഡ് ചെയ്യാനാണ് നോക്കുന്നത്. അതിനായിട്ട് സാധാരണ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലവയില്ലേ, ആ പലവയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. തൽക്കാലം നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാനൊക്കെ നമുക്കിതൊന്ന് യൂസ് ചെയ്യാം. ഞാൻ എല്ലാം ഒന്ന് 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ
ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തു വെച്ചിരിക്കുന്ന നോസിലാണ്. ഇതിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യാം. ഇതൊക്കെ നമുക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാറ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പിൽ ഞാൻ കുറച്ച് മാംഗോ ഫ്ലേവർ കൂടി ചേർത്തിട്ടുണ്ട്. നിങ്ങൾ ഓരോ ഫ്ലേവർ ആയിട്ടാണ് ഓരോ കേക്കിലും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഷുഗർ സിറപ്പിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണ്ട. ചിലർ പാലിൽ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് കുറച്ചുകൂടി ടേസ്റ്റ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്താലും മതിയാവും. ഇനി ഓരോന്നിലായിട്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈഫ് കൊണ്ടോ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ നോസിൽ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കിയെടുത്ത നോസിൽ വെച്ചിട്ടും അതുപോലെ തന്നെ ഇതൊരു മിൽമ കവറാണ്. ഇതിലേക്ക് ഞാൻ ഹോം മെയ്ഡ് നോസിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ വെച്ച് കൊടുത്തും നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് ഏറ്റവും നല്ല മെത്തേഡ്. നമുക്കിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇതുപോലെ ഒരു നോസിൽ തയ്യാറാക്കി എടുത്തതിന് ശേഷം ഐസിങ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് ഞാൻ മൂന്നും എല്ലാം ഒരുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഈ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മിൽമ കവർ യൂസ് ചെയ്യാവുന്നതാണ്. അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചില വീഡിയോ ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഉരുക്കിയെടുക്കാമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഒട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടഭാഗത്തൂടെ ആയിട്ട് ക്രീം പുറത്തേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിൽമ കവർ എടുത്തിട്ടുള്ളത്. മിൽമ കവറിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നോസിൽ ഇറക്കി വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ 4 കേക്കും നമുക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ശേഷം ഞാൻ എല്ലാം 4 കൂടി ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുകൾ ഭാഗത്തായിട്ട് ഐസിങ് കൂടി ചെയ്തതിന് ശേഷം 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുക. ശേഷം ബാക്കിയുള്ള ക്രീം കൂടി ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ടൊക്കെ തേച്ച് മുകൾ ഭാഗത്തായിട്ടൊക്കെ തേച്ച് ഒരുവിധം ഞാൻ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു നൈഫോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേ സൈഡിൽ കാണുന്ന പോലത്തെ ഒരു കാർഡോ വെച്ചിട്ട് നമുക്കിതെല്ലാം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരുവിധം ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി സൈഡിൽ വന്നിട്ടുള്ള ക്രീമുകളൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് തുടച്ച് കളയാം. ഇനി ഇതൊരു 1 മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം ഞാൻ ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം ഞാൻ 4 കളർ അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി കേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മളൊരു വര കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഏത് സൈഡിലാണ് നമ്മൾ ഓരോ ഫ്ലേവർ കേക്ക് വെച്ചിട്ടുള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ നേരത്തെ അത് വരച്ചിടാത്തത് കൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ഗനാഷ് ഒന്നുകിൽ സ്പൂൺ കൊണ്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ പൈപ്പിംഗ് ബാഗ് കൊണ്ടോ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടാനായിട്ട് പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ സ്പൂൺ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഇനി 1 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കണം, ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. ബാക്കി വന്ന ക്രീം കൂടി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ള നോസിൽ വെച്ചിട്ടാണ് ഈ ഫ്ലവർ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. ഞാനൊരു പ്രൊഫഷണലായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ആളൊന്നുമല്ല. അതുപോലെ തന്നെ ഐസിങ് ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല. ഞാൻ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഐസിങ് ചെയ്ത് നോക്കിയത്. എന്തായാലും ഒരുവിധമൊക്കെ സക്സസ് ആയി വന്നിട്ടുണ്ട്. കേക്ക് ബേക്കിംഗ് ടൂൾസോ ഒന്നും തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.